നിങ്ങൾ C# കോഡ് എഴുതുമ്പോൾ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന, പക്ഷേ നമ്മുടെ കോഡിന്റെ വേഗതയെ വല്ലാതെ ബാധിക്കുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസുള്ള ഡെവലപ്പർമാർ പോലും ഇതിൽ വീണുപോകാറുണ്ട്. അതാണ് ബോക്സിങ്ങും അൺബോക്സിങ്ങും. അപ്പോൾ ഇന്ന് C#ലെ ഈ പെർഫോമൻസ് ഗിണിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില C# കോഡ് എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നതിലും പതുക്കെ ഓടുന്നത് എന്ന്? പലപ്പോഴും അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ചില ഓപ്പറേഷനുകളിലാണ്. ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ C#ലെ രണ്ട് വ്യത്യസ്ത ലോകങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. ഒന്നാമത്തേത് വാല്യൂ ടൈപ്പുകൾ. ഇവരുള്ളത് സ്റ്റാക്ക് എന്നു പറയുന്ന ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലാണ്. ഇന്റ്, ബൂൾ പോലുള്ള സിമ്പിൾ ഡേറ്റ ഒക്കെ ഇവിടെയാണ്. പിന്നെ രണ്ടാമത്തെ ലോകം അത് റെഫറൻസ് ടൈപ്പുകളാണ്. ഇവരുള്ളത് ഹീപ്പ് എന്നു പറയുന്ന കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വലിയൊരു മെമ്മറി സ്പേസിലാണ്. ക്ലാസ്, സ്ട്രിംഗ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരും. അപ്പോ ഈ രണ്ട് ലോകങ്ങളെ, അതായത് സ്പീഡുള്ള സ്റ്റാക്കിനെയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹീപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമുണ്ട്. ആ പാലമാണ് ബോക്സിങ്ങും അൺബോക്സിങ്ങും. ചില സമയത്ത് ഈ പാലം കയറേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാലം കടക്കാൻ ഒരു ടോള് കൊടുക്കണം. ആ ടോളാണ് പെർഫോമൻസ്. ശരി, അപ്പൊ നമുക്ക് ഈ പാലത്തിന്റെ ഒരു വശത്തേക്ക് പോകാമല്ലേ? ആദ്യം നമുക്ക് ബോക്സിംഗ് എന്താണെന്ന് നോക്കാം. അതായത് വാല്യൂ ടൈപ്പുകളുടെ ലോകമായ സ്റ്റാക്കിൽ നിന്ന് റെഫറൻസ് ടൈപ്പുകളുടെ ലോകമായ ഹീപ്പിലേക്കുള്ള ഒരു യാത്ര. സിമ്പിളായി പറഞ്ഞാല് ബോക്സിംഗ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ടൈപ്പിനെ, ഒരു ഇന്റിനെ എന്ന് വെച്ചോ, അതിനെ ഒരു ഓബ്ജക്റ്റിലേക്ക് പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്തിനാണിങ്ങനെ ചെയ്യുന്നതെന്നല്ലേ? കാരണം ചില സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് പഴയ കളക്ഷൻസിലൊക്കെ എല്ലാ ഡേറ്റയും ഒരേപോലെ, അതായത് ഒരു ഓബ്ജക്റ്റായിട്ട് തന്നെ കാണേണ്ടി വരും. കോഡിൽ ഇത് കാണാൻ വളരെ സിമ്പിളാണ്. നോക്കൂ, മൈ ഇൻഡിജർ എന്ന ഇന്റ് വേരിയബിൾ സ്റ്റാക്കിലുണ്ട്. അടുത്ത ലൈനിൽ നമ്മൾ അതിനെ ബോക്സ്ഡ് ഒബ്ജക്റ്റ് എന്ന ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് C# ബാക്ക്ഗ്രൗണ്ടിൽ ബോക്സിംഗ് എന്ന വലിയൊരു പ്രോസസ്സ് നടത്തുന്നുണ്ട്. അപ്പോ ശരിക്കും മെമ്മറിക്കകത്ത് എന്താ സംഭവിക്കുന്നത്? 3 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് 1, നമ്മുടെ വാല്യൂ, അതായത് ആ സംഖ്യ സ്റ്റാക്കിലിരിക്കുന്നു. സ്റ്റെപ്പ് 2, ബോക്സിംഗ് നടക്കുമ്പോൾ ഹീപ്പ് എന്ന് പറയുന്ന ആ വലിയ മെമ്മറിയിൽ പുതിയൊരു ഒബ്ജക്റ്റിനു വേണ്ടി സ്ഥലമുണ്ടാക്കുന്നു, ഒരു റാപ്പർ പോലെ. സ്റ്റെപ്പ് 3, സ്റ്റാക്കിലുള്ള നമ്മുടെ വാല്യൂവിനെ അവിടുന്ന് കോപ്പി ചെയ്ത് ഈ പുതിയ ഹീപ്പ് ഒബ്ജക്റ്റിലേക്ക് വെക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ ഫ്രെയിമിൽ വെക്കുന്ന പോലെ തന്നെ. ഓക്കേ, ഇനി നമുക്ക് പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് തിരിച്ചു വരാം. അൺബോക്സിംഗ്, അതായത് ആ മടക്കയാത്രയെപ്പറ്റി സംസാരിക്കാം. ഹീപ്പിൽ നിന്ന് തിരിച്ച് വാല്യൂ ടൈപ്പുകളുടെ ലോകത്തേക്ക്. അൺബോക്സിംഗ് എന്നുവെച്ചാൽ ആ പാക്ക് ചെയ്ത് വെച്ച ഒബ്ജക്റ്റിനെ തുറന്ന് അതിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ വാല്യൂ ടൈപ്പിനെ പുറത്തെടുക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ എക്സ്പ്ലിസിറ്റ് എന്ന വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കമ്പൈലറിനോട് വ്യക്തമായി പറയണം, എനിക്കറിയാം ഈ ബോക്സിനകത്ത് എന്താണെന്ന്, എനിക്കതിനെ പഴയ രൂപത്തിൽ തിരിച്ചു വേണം എന്ന്. കോഡില് അതിങ്ങനെയിരിക്കും. നമ്മുടെ കയ്യിൽ ബോക്സ്ഡ് ഓബ്ജക്റ്റ് ഉണ്ട്. അതിനെ തിരിച്ച് ഇന്റ് ആക്കാൻ നമ്മൾ ബ്രാക്കറ്റിൽ ഇന്റ് എന്ന് കൊടുത്ത് എക്സ്പ്ലിസിറ്റായി കാസ്റ്റ് ചെയ്യണം. ഇത് ആ ബോക്സ് തുറന്ന് അതിനകത്തുള്ളത് ഒരു സംഖ്യയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നതിന് തുല്യമാണ്. ഈ ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ കമ്പൈലർ സമ്മതിക്കില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. C# വളരെ സ്ട്രിക്റ്റായ ഒരു നിയമമുണ്ട്. നിങ്ങൾ ഏത് ടൈപ്പിലേക്കാണോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, അത് ബോക്സ് ചെയ്ത അതേ ടൈപ്പ് തന്നെ ആയിരിക്കണം. ഒരു സംശയവും പാടില്ല, ഒരു ചെറിയ മാറ്റം പോലും പറ്റില്ല. ഇനി ആ നിയമം തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ കിട്ടും ഈ എറർ മെസ്സേജ്, ഇൻവാലിഡ് കാസ്റ്റ് എക്സെപ്ഷൻ. ഇത് ഏതൊരു ഡെവലപ്പറുടെയും പേടി സ്വപ്നമാണ്. കാരണം കോഡ് എഴുതുമ്പോൾ ഇത് പിടികിട്ടില്ല. ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂസർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാകും ഇത് വന്ന് പ്രോഗ്രാം ക്രാഷ് ആവുന്നത്. ഈ സ്ലൈഡിൽ അത് ക്ലിയർ ആയിട്ട് കാണാം. ഇടതുവശത്ത് നോക്കൂ, ഒരു ഇന്റ് ആയിട്ടാണ് നമ്മൾ ബോക്സ് ചെയ്തത്. പക്ഷേ അൺബോക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് വാൽ ഉപയോഗിച്ചാണ്. ഇത് വർക്കാവില്ല, എറർ വരും. എന്നാൽ വലതുവശത്ത് കറക്റ്റായിട്ട് ഇന്റ് എന്ന് തന്നെ ഉപയോഗിച്ച് അൺബോക്സ് ചെയ്യുന്നു. അതൊരു പ്രശ്നവുമില്ലാതെ വർക്കാവൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതൊക്കെ നമ്മൾ എന്തിനാ ഇത്ര കാര്യമാക്കുന്നത്? വെറുമൊരു പാക്കിങ്ങും അൺപാക്കിങ്ങും അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഈ ചെറിയ ഓപ്പറേഷൻസിന് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്പീഡിനെ കാര്യമായി തന്നെ സ്വാധീനിക്കാൻ കഴിയും. ഇനി പറയാൻ പോണത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ബോക്സിംഗ് എന്ന് പറയുന്നത് ഒരു സാധാരണ വാല്യൂ അസൈൻ ചെയ്യുന്നതിനേക്കാൾ 20 മടങ്ങ് വരെ സ്ലോ ആകാം. ഞാൻ തമാശ പറയല്ല, 20 ടൈംസ് സ്ലോവർ.
ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ലൂപ്പിനകത്തോ അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റ പ്രോസസ്സ് ചെയ്യുമ്പോഴോ ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിച്ചാലോ? നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് കുത്തനെ ഇടിയാൻ ഇതൊരൊറ്റ കാരണം മതി. എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്ലോ ആകുന്നത്? 3 പ്രധാന കാരണങ്ങളുണ്ട്. 1. ഹീപ്പ് അലോക്കേഷൻ. ഹീപ്പിൽ പുതിയൊരു ഒബ്ജക്റ്റിന് സ്ഥലം കണ്ടുപിടിക്കുന്നത് സ്റ്റാക്കിലെ പോലെ എളുപ്പമല്ല, അതിന് സമയമെടുക്കും. 2. മെമ്മറി കോപ്പി. ഡേറ്റ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കോപ്പി ചെയ്യാൻ CPU-ന് പണിയുണ്ട്. പിന്നെ 3-മത്തെ കാര്യം, ഗാർബേജ് കളക്ഷൻ. ഹീപ്പിൽ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ പിന്നീട് അവയെ ക്ലീൻ ചെയ്യാൻ ഗാർബേജ് കളക്ടറിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ഇതും പെർഫോമൻസിനെ ബാധിക്കും. ഇതിന്റെ ഏറ്റവും നല്ലൊരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് കളക്ഷൻസ്. ഈ ചാർട്ടിലേക്ക് നോക്കൂ. പഴയ അറേ ലിസ്റ്റിലേക്ക് നിങ്ങളൊരു ഇന്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് എല്ലാത്തിനെയും ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഓരോ ഇൻറ്റും ബോക്സ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അതിന്റെ പെർഫോമൻസ് ബാർ താഴെ കിടക്കുന്നത്. പക്ഷെ പുതിയ ജനറിക് ആയ ലിസ്റ്റ് ഇന്റ് ഉപയോഗിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് അറിയാം നിങ്ങൾ ഇന്റാണ് തരുന്നതെന്ന്. അതുകൊണ്ട് ഒരു ബോക്സിംഗും നടക്കുന്നില്ല. അതിന്റെ ഫലമോ വളരെ ഫാസ്റ്റായിട്ടുള്ള പെർഫോമൻസ്. അപ്പോ ഈ പെർഫോമൻസ് കെണിയിൽ വീഴാതെ നമുക്കെങ്ങനെ സ്മാർട്ടായി കോഡ് ചെയ്യാം? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമില്ലാത്ത ബോക്സിംഗ് ഒഴിവാക്കാൻ ഈ കാര്യങ്ങൾ ഒരു ചെക്ക്ലിസ്റ്റ് പോലെ ഓർത്തുവെച്ചാൽ മതി. 1-മത്തെ കാര്യം, എപ്പോഴും ജനറിക്സ് ഉപയോഗിക്കുക. അതായത് ലിസ്റ്റ് ഓഫ് ടി, ഡിക്ഷണറി ഓഫ് ടി കീ, ടി വാല്യൂ ഒക്കെ. പഴയ അറേ ലിസ്റ്റ്, ഹാഷ് ടേബിൾ എന്നിവയോട് ബൈ ബൈ പറയാം. 2-മത്, ഓബ്ജക്റ്റ് ഇൻപുട്ടായി എടുക്കുന്ന മെത്തേഡുകളിലേക്ക്, ഉദാഹരണത്തിന് console.writeLineലേക്ക് വാല്യൂ ടൈപ്പുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ ബോക്സിംഗ് നടക്കാൻ ചാൻസുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായി, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു പ്രൊഫൈലർ ഉപയോഗിച്ച് നിങ്ങളുടെ കോഡിലെ യഥാർത്ഥ പെർഫോമൻസ് പ്രശ്നങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തുക. വെറുതെ ഊഹിക്കരുത്, അളന്നു നോക്കുക. അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ നിങ്ങൾ കോഡ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോഡ് റിവ്യൂ ചെയ്യുമ്പോഴോ ഈ ചോദ്യം സ്വയം ചോദിക്കുക. എന്റെ കോഡിൽ എവിടെയാണ് ആവശ്യമില്ലാത്ത ബോക്സിംഗ് ഒളിച്ചിരിക്കുന്നത്? അത് കണ്ടുപിടിച്ചൊഴിവാക്കുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ പെർഫോമൻസിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും, ഉറപ്പാണ്.